ആയതിന് നമുക്ക് സ്മാക്ക് ഡൗണിൻ്റെ വ്യൂവർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം സ്മാക്ക് ഡൗണിന് കഴിഞ്ഞ ആഴ്ച കിട്ടിയ റേറ്റിംഗ് എന്ന് പറയുന്നത് 2.2 മില്യൺ ആയിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അത് 2.15 മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ കുറവൊന്നുമല്ല, 2 മില്യൺ തന്നെ നല്ല റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കറിയാം അടുത്ത സ്മാക്ക് ഡൗൺ എന്ന് പറയുന്നത് ടേപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കാട്ടി റേറ്റിംഗ് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു സ്മാക്ക് ഡൗണിന് നല്ല റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സ്മാക്ക് ഡൗൺ ഇത്ര നല്ല റേറ്റിംഗ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് കിട്ടുമെന്ന് വലിയ സംശയമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജേക്ക് പോൾ ലോഗൻ പോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജേക്ക് പോൾ ലോഗൻ പോൾ. ഇവർ രണ്ടുപേരും ഡിഫറൻറ്റ് കരിയറുള്ള, അതായത് ഡിഫറൻറ്റ് പ്രൊഫഷനുള്ള വ്യക്തികളായിരുന്നു. പെട്ടെന്ന് അവർ റസ്ലിംഗിലേക്ക് വരികയായിരുന്നു. അവിടെ അവർ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലോഗൻ പോൾ ഇപ്പോൾ WWE US ചാമ്പ്യനായി. അതുപോലെ തന്നെ ജേക്ക് പോൾ ബോക്സിങ്ങിലാണ്. അവിടെ അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നോക്കൗട്ടൊക്കെ ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുന്നത് ജേക്ക് പോൾ. സോ ജേക്ക് പോളും വേറെ ലെവൽ പെർഫോമൻസാണ് അവിടെ നടത്തുന്നത്. എനിക്ക് നോക്കൗട്ട് ആ ഒരു സംഭവങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. സോ അവിടെ വളരെ മികച്ച പെർഫോമൻസാണ് ജേക്ക് പോൾ നടത്തുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ ആ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാതെ, എനിക്ക് ബോക്സിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, നോക്കൗട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണെന്നും അറിയില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയുന്നത്. എന്തായാലും ജേക്ക് പോളിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം ചോദിച്ചിരുന്നു. അത് ലോഗൻ പോളിനെ US ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നേരിടാൻ തയ്യാറാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ലോഗൻ പോളിന് താല്പര്യമുണ്ടെങ്കിൽ തനിക്ക് താല്പര്യമുണ്ട്, താൻ നേരിടാൻ തയ്യാറാണെന്നാണ് ജേക്ക് പോൾ പറയുന്നത്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അതിനോട് കൂടി ചേർക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ലോഗൻ പോളിൻ്റെ കൂടെ 1-on-1 മാച്ച് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല, അതിനൊരു ടാഗ് ടീമായിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഭാവിയിൽ നമുക്ക് പോൾ ബ്രദേഴ്സ് മാച്ചൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പോൾ ബ്രദേഴ്സിൻ്റെ ഒരു ടാഗ് ടീമൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും അത് ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം രണ്ടുപേരും റസ്ലിംഗ് വേറെ ലെവലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടയർ ഡേറ്റിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു റൂമറാണ്. കറക്റ്റ് റിട്ടയർ ഡേറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ റൂമർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഒക്കെ പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കുന്നത് 2K24ൻ്റെ കവർ ഫോട്ടോയിൽ ബ്രോക്ക് ലെസ്നർ ഉൾപ്പെടുത്താനാണ് WWE തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. സോ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു ഡിസംബർ സമയത്താണ് 2K ഗെയിംസിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ WWE ഇത് ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ബ്രോക്ക് ലെസ്നർ റിട്ടേൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതായത് റോയൽ റംബിളിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. സോ നമുക്ക് 2K24 അനൗൺസ്മെൻറ്റ് ബ്രോക്ക് ലെസ്നർ വരുമ്പോൾ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. ഇതെല്ലാം റൂമറാണ്. അതായത് 2K24ൻ്റെ കവർ ഫോട്ടോയിൽ വരുന്നത് ബ്രോക്ക് ലെസ്നറാണ്, അദ്ദേഹം ഈ ഒരു ഡേറ്റിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളതെല്ലാം റൂമറാണ്. റൂമർ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. കാരണം ബ്രോക്ക് ലെസ്നറിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ 2K24ൻ്റെ കവർ ഫോട്ടോയിൽ ബ്രോക്ക് ലെസ്നർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനൗൺസ് ചെയ്യാൻ ബ്രോക്ക് ലെസ്നർ WWE ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് അനൗൺസ് ചെയ്യാൻ WWEക്ക് താല്പര്യമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പലരും പറയുന്നത്, അല്ലെങ്കിൽ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറയുന്നത് 2K24ൻ്റെ അനൗൺസ്മെൻറ്റ് റോയൽ റംബിൾ അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടാകും. സോ ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യുമെന്നാണ്. അതായത് ഇതൊരു റൂമർ മാത്രമാണ്. സോ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാമി സൈനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. ഇത് അപ്ഡേറ്റ് ഒന്നും അല്ല, എങ്കിൽ പോലും നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം 2023 എന്ന് പറയുന്നത് സാമി സൈന് വേറെ ലെവലൊരു വർഷമായിരുന്നു. ബ്ലഡ് ലൈൻ കൂടാതെ അതിനെ തുടർന്ന് വലിയ റെസ്പോൺസ് ആയിരുന്നു സാമി സൈന് ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. കാരണം അദ്ദേഹം WWE വരുമ്പോൾ തന്നെ ഫാൻസിന് റെസ്പോൺസ് വേറെ ലെവലായിരുന്നു. ഇപ്പോഴും അതുപോലെയൊക്കെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്, പക്ഷേ പഴയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് 2023 കിട്ടിയ ഒരു പുഷ് പോലെ 2024 സാമി സൈന് ഒരു പുഷ് കിട്ടത്തില്ലെന്നാണ്. അതായത് 2024 സാമി സൈന് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 2024 അദ്ദേഹം വിജയിക്കില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സോ സാമി സൈൻ്റെ അവസ്ഥ പിന്നെയും പഴയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം തുടക്കം വന്നപ്പോൾ വേറെ ലെവലായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്ന രീതിയിലുണ്ടായിരുന്നു. അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് അദ്ദേഹം വിജയിക്കാതെ. സോ അത് വിജയിക്കുമെന്ന തരത്തിൽ ന്യൂസുകളുണ്ടായിരുന്നു. പക്ഷേ 2023 അദ്ദേഹം ഇപ്പോൾ ജയിക്കുമെന്ന തരത്തിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല. 2024 അദ്ദേഹത്തിന് വലിയ പുഷ് കിട്ടില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതായത് ഇപ്രാവശ്യം കിട്ടിയ പോലെ വലിയ പുഷൊന്നും കിട്ടാൻ പോകുന്നില്ല. CM കൊണ്ട് റാൻഡിയോട്ട് ഞങ്ങൾ കുറേ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പുഷ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സാമി സൈൻ്റെ പിന്നെയും അദ്ദേഹത്തിന് ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടില്ല, അത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടില്ല എന്നൊരവസ്ഥയാണ്. നമുക്കറിയാം സാമി സൈൻ വേറെ ലെവലൊരു സൂപ്പർ സ്റ്റാറാണ്. പുറകിലേക്ക് പോകുമ്പോൾ പിന്നെയും തിരിച്ചു വരുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. സോ അതിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ആയി പോയെന്ന് ഒരു പിടിയും കിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറേ സൂപ്പർ സ്റ്റാർസൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പുറകിലോട്ട് പോകുന്ന ഞാൻ തോന്നുന്നു. മസ്റ്റായിട്ട് അദ്ദേഹം ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം. അത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കോഫിക്ക് ഇഷ്ടം WWE ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൊടുത്തപോലെ സാമി സൈന് ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോഫിക്ക് ഇഷ്ടം വെൽ ഡിസേർവിംഗ് ആയിരുന്നു ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന്. സോ WWE അതിന് അർഹിച്ച അംഗീകാരം കൊടുത്തു. സോ അദ്ദേഹത്തിൻ്റെ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് CM Punk Seth Rollins ഇവരുടെ ഫ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ ഒരു സ്പെക്കുലേഷനാണ്. അതായത് CM Punk Seth Rollins ഫ്യൂഡ്, ഇവരുടെ ആ ഒരു ഫ്യൂഡ് റസൽമേനിയയിൽ അവസാനിക്കില്ല, അത് കഴിഞ്ഞ് പോകുമെന്നാണ് പലരും പറയുന്നത്. സോ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്ന ഒരു മിക്സഡ് ടാഗ് ടീം മാച്ചൊക്കെ വെക്കണമെന്നാണ്. അതായത് AJയിൽ CM Punk വേഴ്സസ് ബെക്കി ലിഞ്ച് Seth Rollins, അതായത് ബാക്ക്ലാഷിലേക്കൊക്കെ വെക്കണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ വരെ ആൾക്കാർ അടിച്ചിറക്കിയിട്ടുണ്ട്. എന്തായാലും അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. എന്തായാലും ഇതൊക്കെ നടന്നത് നല്ലതായിരുന്നു, പക്ഷേ നടക്കുവാൻ സംശയമാണ്. അതിന് AJ റിട്ടേൺ ചെയ്യണം. AJ എത്രത്തോളം ഫിറ്റാണെന്ന് നമുക്കറിയില്ല. അവർ ഒരു പ്രായമൊക്കെ കഴിഞ്ഞൊന്നും എനിക്കറിയില്ല. സോ
AJ വന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ചിലപ്പോൾ AJ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം റെസ്ൽമേനിയ WWE അൺബിലീവബിളൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ട്രിപ്പിൾ എച്ച് ആണ് ഇരിക്കുന്നത്. സോ എന്തുവാണെങ്കിലും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലിവ് മോർഗൻ്റെ കാര്യം എന്തായെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലിവ് മോർഗന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്ത് ഇതിന് വിട്ടയച്ചു. എന്തായാലും WWE അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പലരും പിന്നീട് ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ WWE ബാക്ക് സ്റ്റേജ് ഒരു തണുത്ത പ്രതികരണമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് വലിയ ആക്ഷൻ ലിവ് മോർഗനെതിരെ എടുക്കുമെന്ന് തോന്നുന്നില്ലെന്നാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം ലിവ് മോർഗൻ WWE നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് WWE ഉണ്ടായിരുന്ന സമയത്തല്ല ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായത്. WWE നിന്ന് മാറി നിന്നപ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ആക്ഷനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ലിവ് മോർഗനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻസ് ഒന്നും വലിയ ചേഞ്ച് വരാൻ പോകുന്നില്ലെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ലിവ് മോർഗന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ലിവ് മോർഗൻ ഫാൻസ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റെസ്ൽമേനിയയുടെ ടിക്കറ്റ് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അത് റെസ്ൽമേനിയ Day 1 ടിക്കറ്റ് സെയിൽ ഏതാണ്ട് 58,910 ടിക്കറ്റുകളാണ് ആ ഒരു റെസ്ൽമേനിയ Day 1 WWE തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിൽ 57,000 വിറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് 1,757 ടിക്കറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ഈസി ആയിട്ട് തന്നെ വിറ്റ് പോകും. ഇനി അടുത്ത Day 2 നോക്കിയാൽ ഇതുപോലെ തന്നെയാണ്. 58,910 സീറ്റുകൾ തന്നെയാണ്. അതിൽ 1,703 ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കി. 57,207 വിറ്റ് പോയിട്ടുണ്ട്. സോ ടിക്കറ്റൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റുപോയത് ഇത്ര നേരത്തെ തന്നെ വിറ്റ് പോയിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ്, അതായത് അവരുടെ യൂട്യൂബ് ചാനൽ വഴി. അതായത് ഈ വർഷത്തെ ഏറ്റവും മികച്ച മാച്ച് ചെയ്ത അതിൻ്റെ ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ WWE നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഓരോ മാച്ച് നമുക്കൊന്ന് നോക്കാം. ബ്ലഡ് ലൈൻ വേഴ്സസ് ഗന്തർ ഡ്രൂ മെക്കിൻ്റെ അതോ ഷേമസ് റെസ്ൽമേനിയ നടന്ന മാച്ച്. ഇതിൽ ഏത് മാച്ചാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ചോദിച്ചാൽ വോട്ടിംഗ് മുന്നിൽ നിൽക്കുന്നത് അതായത് ബ്ലഡ് ലൈൻ സിവിൽ വാർ മാച്ചാണ് വോട്ടിങ്ങിന് മുന്നിലായിട്ട് ഇരിക്കുന്നത്. പിന്നെ കോഡി ലെസ്റ്റർ മാച്ച്, അതായത് കോഡി ലെസ്റ്റർ അതുപോലെ റേ മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോ മാച്ച്. ഇതിലിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കോഡി വേഴ്സസ് ബ്രോക്ക് ലെസ്റ്റർ മാച്ചാണ്. പിന്നെ ബെക്കി ട്രിസ്റ്റാറ്റസ് വേഴ്സസ് മെൻസ് മെയിൻ ഷോ കേസ് മാച്ച്. ഇതിലിപ്പോൾ മുന്നിൽ ബെക്കിയും ട്രിസ്റ്റാറ്റസും തമ്മിലുള്ള മാച്ചാണ്. പിന്നെ ഗൊന്തർ വേഴ്സസ് ഗേബിൾ, അതായത് ചാഡ് ഗേബിൾ മാച്ച് റോയിൽ നടന്നത്. അതുപോലെ ഷാൾ ഫ്ലെയർ റിയ റിപ്ലി മാച്ച്. ഇതിലിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതായത് ഗുന്തർ വേഴ്സസ് ഗേബിൾ മാച്ചാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച മാച്ചായിട്ട് പലരും തിരഞ്ഞെടുത്തൊരു മാച്ചായിരുന്നു ആ ഒരു റെസ്ൽമേനിയ നടന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ച് ഗന്തർ ഷേമസ് വേഴ്സസ് അതായത് ഡ്രൂ മെക്കിൻ്റെയർ മാച്ച്. സോ ഈ ഒരു മാച്ച് ഇപ്പോൾ പുറകിലാണ്, വളരെയധികം പുറകിലാണ്. അതായത് ഈ ഒരു മാച്ചിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ 70% വോട്ടും ആ ഒരു സിവിൽ വാർ മാച്ചിനും, അതായത് ബ്ലഡ് ലൈൻ സിവിൽ വാർ മാച്ചിനും, അതായത് 30% വോട്ട് മാത്രമേ ഉള്ളൂ ഷേമസും അതായത് ഡ്രൂ മെക്കിൻ്റെയർ ഗന്തർ ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ച്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാനുള്ള കാരണം നമുക്കറിയാം. മെൻസ് സിവിൽ വാർ മാച്ച് അതൊരു മോശം മാച്ചാണെന്ന് പറയുന്നില്ല. പക്ഷേ ഗന്തർ ഷേമസ് ഡ്രൂ മെക്കിൻ്റെയർ മാച്ച് ഇതൊരു വേറെ ലെവൽ മാച്ചായിരുന്നു. സോ ആ ഒരു മാച്ചായിരുന്നു മുന്നിൽ വരേണ്ടത്. പിന്നെ ഇത് നടത്തിയത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ കാരണം ഇന്ത്യൻ ഫാൻസ് ഒരുപാടാണ്. കാരണം ഇന്ത്യൻ ഫാൻസ് ഈ റോമൻ റീഡ്സിൻ്റെ അന്ധമായ ഫാൻസാണ്. കാരണം ഒരു അന്ധം ഫാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റോമൻ റീഡ്സ് ടോപ്പ് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഇന്ത്യക്കാർ. അതായത് ടോപ്പ് നിൽക്കുന്ന ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. പിന്നെ റോമൻ റീഡ്സ് എന്ന് പറയുന്നത് നേരത്തോട്ടൊരു അന്ധം ഫാൻസാണ് ഇന്ത്യയിലുള്ളത്. സോ അതുകൊണ്ട് റോമൻ റീഡ്സിൻ്റെ ഏത് മാച്ചുണ്ടോ ആ ഒരു മാച്ചിനായിരിക്കും വോട്ട് കൂലി ഇടുന്നത്. പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. റോമൻ റീഡ്സ് ആ ഒരു മാച്ചിലുണ്ടെങ്കിൽ ആ ഒരു ജയിക്കും. കാരണം ഇന്ത്യക്കാരെല്ലാം അന്ധമായിട്ടുള്ളൊരു ഫാൻസാണ്. കാരണം അവർ റോമൻ റീഡ്സിൻ്റെ മാച്ചിനെ വോട്ട് കൊടുക്കും. കാരണം റോമൻ റീഡ്സിൻ്റെ ഏറ്റവും ഒരു മോശം മാച്ചും പിന്നെ ഈ ഒരു ഗന്തർ ഡ്രൂ മെക്കിൻ്റെയർ അതുപോലെ തന്നെ ഈ ഒരു മാച്ചും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മോശം മാച്ചിനായിരിക്കും വോട്ട് പോകുന്നത്. റോമൻ റീഡ്സിൻ്റെ ഒരു മോശം മാച്ചിനായിരിക്കും വോട്ട് പോകുന്നത്. സോ ഇന്ത്യൻ ഫാൻസാണ് ഇത് നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിയലി വോട്ട് ഇടുന്നത് ആ ഒരു മാച്ചിനായിരുന്നു, ഡ്രൂ മെക്കിൻ്റെയർ ഷേമസ് അതുപോലെ തന്നെ ഗന്തർ മാച്ചിനായിരുന്നു. സോ ഇവിടെ യൂട്യൂബിലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാൻസ് ഒരുപാടുണ്ട്. സോ വോട്ട് ആ ഒരു മാച്ചിന് കിട്ടിപ്പോകും. ഇനി അവസാനത്തെ അപ്ഡേറ്റ് തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം റാൻഡി ഓർട്ടൻ അതുപോലെ തന്നെ റോമൻ റീഡ്സ് ഇവരുടെ ആ ഒരു സെഗ്മെൻറ്റിനിടയിൽ ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് നമ്മളെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക്, നമ്മൾ ആരും വിചാരിച്ചില്ല ആ ഒരു സമയത്ത് ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് കയറി വരുമെന്ന്. സോ ആ റാൻഡി ഓർട്ടൻ നടന്നുകൊണ്ട സമയത്താണ് ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക്. എന്തായാലും അത് കഴിഞ്ഞ് അതായത് കൊമേഴ്സ്യൽ ബ്രേക്ക് കഴിഞ്ഞ് അവരുടെ ഒരു പ്രമേയമൊക്കെ കട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം WWE സ്ക്രിപ്റ്റ് ആണെന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കത്തുള്ളൂ. സോ ഒരു കൊമേഴ്സ്യൽ ബ്രേക്കിൻ്റെ ഇടയിലുണ്ടായ സംഭവമാണ്. അതായത് കൊമേഴ്സ്യൽ ബ്രേക്ക് എങ്ങനെയെങ്കിലും കഴിയാൻ വേണ്ടിയിട്ട് റാൻഡി ഓർട്ടൻ ആ ഒരു മൈക്ക് അവിടെ വെച്ച് എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. റോമൻ റീഡ്സ് വേറെ എവിടെയൊക്കെ നോക്കിയിരിക്കുന്നു, റാൻഡി ഓർട്ടൻ വേറെ എവിടെയൊക്കെ നോക്കിയിരിക്കുന്നു. സോ ഇത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന ഫാൻസിന് വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം രണ്ടുപേരും നേർക്കിന് വരുവാണ്. അപ്പോഴാണ് ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് കയറി വരുന്നത്. അവർക്ക് ആ ഒരു കൊമേഴ്സ്യൽ ബ്രേക്കിൻ്റെ കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമുക്കറിയാം ഒരാൾ വേറെ എടുത്തു, അത് റാൻഡി ഓർട്ടനും റോമൻ റീഡ്സും ആ ഒരു ശത്രുതയിൽ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു രണ്ടുപേരും പല സൈഡിലായിട്ട് നോക്കി നിൽക്കുന്നു. അതായത് ഇപ്പോൾ റോമൻ റീഡ്സ് വേറെ എവിടെ നോക്കിയിരിക്കുന്നു, റാൻഡി ഓർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നു. സോ ഇത് ഭയങ്കര രീതിയിൽ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നവരെ ഭയങ്കര രീതിയിൽ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം അവർക്കൊരു നെഗറ്റീവ് ഫീൽ ക്രിയേറ്റ് ചെയ്തതാണോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കണം. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ
അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ ഇങ്ങനത്തെയൊക്കെ സമയത്ത് കൊമേഴ്സ്യൽ ബ്രേക്ക് വെക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും മികച്ചിരിക്കുന്നൊരു സമയമാണ്, പ്രത്യേകിച്ച് ഒരു ലൈവ് ഷോയിലൊക്കെ. എന്തായാലും WWE അതിൽ മാറ്റം വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു പ്രാവശ്യം ഞാനത് കണ്ടിട്ടുള്ളൂ. അതായത് ഇങ്ങനെയുള്ള സംഭവം ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. സോ നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനായി നിങ്ങൾ മാർക്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് 100 130 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ നമ്മുടെ റെസ്ലിംഗ് കമ്മ്യൂണിറ്റി കുറച്ച് മികച്ചതാകാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് വേണം. സോ മാക്സിമം ഒന്ന് കയറി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക.